അമൂല്യമായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മൂവാറ്റുപുഴയിൽ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെ ഒരുക്കിയിരിക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു നിർവഹിച്ചു. മൂവാറ്റുപുഴ YMCAയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 1 മുതൽ മെയ് 30 വരെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വികാസ് നഗർ ബേ വാച്ച് സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കുന്ന അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കമായി. മൂവാറ്റുപുഴ YMCA പ്രസിഡന്റ് രാജേഷ് മാത്യു നീന്തൽ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അനുദിനം നീന്തൽ വശമില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ YMCA പോലുള്ള സന്നദ്ധ സംഘടനകൾ മുന്നോട്ടു വരുന്നത് സമൂഹത്തിന് വലിയ മാതൃകയാണെന്നും ഈ വർഷം നടക്കുന്ന എറണാകുളം ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പിനുള്ള YMCAയുടെ ടീമിനെ ഈ ക്യാമ്പിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നതെന്നും രാജേഷ് മാത്യു പറഞ്ഞു. എന്റെ വീട് പുഴയുടെ തീരത്താണ്. മിനിഞ്ഞാന്ന് തന്നെ പാലക്കാട് നിന്ന് വന്ന് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി മൂവാറ്റ കോച്ചിങ് വന്ന ഒരു കുട്ടി, 19 വയസ്സുള്ള കുട്ടി 2 ദിവസം പുഴയിൽ നീന്തി, 3-ാം ദിവസം നല്ലൊരു ട്രെയിനിങ് കിട്ടാത്തതിന്റെ കുറവായിട്ട് ഈ ലോകം വിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി 19 വയസ്സ് വരെ കൊണ്ടുവന്ന് വളർത്തി വന്നതിന് ശേഷം ആ നഷ്ടപ്പെടുമ്പോൾ ആ പേരൻസിനുണ്ടാവുന്ന വിഷമം നമുക്ക് ആലോചിക്കുക. അതുപോലെ തന്നെ തൊട്ട് തലേ ദിവസം ഒരു ഉമ്മയും ഒരു മകളും 2 മകളും മൂവാറ്റ പുഴയിൽ പോയി. 2 ഇൻസിഡന്റുകളായിട്ട് നമ്മൾ മൂവാറ്റ ഉണ്ടായ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഉണ്ടായത്. ഒരു കുടുംബം തന്നെ തീർന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. അപ്പൊ നമ്മുടെ ഈ YMCA മൂവാറ്റുപുഴ പല മേഖലകളിലും, സാംസ്കാരിക മേഖലകളിലാണെങ്കിലും നമ്മുടെ ആധ്യാത്മിക മേഖലയിലാണ് കൂടുതൽ YMCA ശ്രദ്ധ ചെലുത്തുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ കലയിലും അതോടൊപ്പം തന്നെ സ്പോർട്സിലും എല്ലാം തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും 5 വയസ്സു മുതൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കുമാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപകടങ്ങൾ വർദ്ധിക്കുന്നത് മൂലമാണ് കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. പത്രമാധ്യമങ്ങളിലെല്ലാം ടൂർ പോകുന്ന കുട്ടികളും മറ്റും ധാരാളമായിട്ട് വെള്ളത്തിൽ ചാടി അപകടത്തിൽപ്പെടുന്നതായിട്ട് നമ്മൾ ദൈനംദിനം വായിക്കാറുണ്ട്. അതിനൊരു പരിഹാരം എന്ന വണ്ണം ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെയൊരു സ്വിമ്മിംഗ് പൂള് സ്ഥാപിച്ചതിൽ ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യ ഘടകമാണ്. അതിനെല്ലാം അവസരം ഒരുക്കി തന്ന YMCAയ്ക്കും രക്ഷകർത്താക്കളുടെ പേരിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. വിദേശ രാജ്യങ്ങളിൽ കണ്ടതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മൂവാറ്റുപുഴയിൽ സ്വിമ്മിംഗ് പൂൾ ആരംഭിച്ചതെന്ന് ഉടമ പറഞ്ഞു. സ്വിമ്മിംഗ് പൂള് തുടങ്ങാനായിട്ട് എനിക്ക് പ്രചോദനം ചെയ്ത് പല വിദേശ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ കണ്ടപ്പോൾ എനിക്കും അനുയോജ്യമായ സ്ഥലമാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് അതിനുള്ള പ്ലാൻ ചെയ്തു. അതിൽ ചെറുതുണ്ടാക്കാൻ നോക്കി. പിന്നെ ഇതിന് തോമസ് സാറാണ് ഇതിൻ്റെ കുറേ നിർദ്ദേശങ്ങൾ തന്നു. അതുകൊണ്ട് ഇത് വളരെ മനോഹരമാക്കി ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഞാൻ ഇത്രത്തോളം വലുതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ആൾക്കാരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾക്ക്. നന്ദി. YMCA വൈസ് പ്രസിഡന്റ് എൽദോ ബാബു വട്ടക്കാവിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ YMCA ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം, ജോഷീസ് കറിയ, ആന്റണി രാജൻ, വനിതാ പരിശീലകരായ ജെറിൻ ജോസഫ്, അഖിന ബാബു എന്നിവർ പ്രസംഗിച്ചു. രാവിലെയും വൈകിട്ടുമായി 100ഓളം പഠിതാക്കളാണ് ക്യാമ്പിൽ പരിശീലനം നേടുന്നത്. ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കോച്ചുമാരുടെ സാന്നിധ്യത്തിൽ മൂവാറ്റുപുഴയാർ നീന്തുവാനുള്ള അവസരം ഉണ്ടാകുമെന്ന് കോച്ച് MV തോമസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.